ഹലോ ആസ്പിരൻസ്. അപ്പോൾ എൻട്രൻസ് കമ്മീഷനുടെ അവസാനത്തെ അലോട്ട്മെന്റ്, അതായത് സ്റ്റേ വേക്കൻസിക്ക് ശേഷമുള്ള അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഈ ശനിയാഴ്ച 30-ാം തീയതി 3 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാൻ ടൈമുള്ളത്. അത് എടുത്തുകൊള്ളുക. സംഭവ ബഹുലമായിരുന്ന ഒരു കാലമായിരുന്നു അല്ലേ. അതായത് ഇത്തവണ 2 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, 2 ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾക്ക് പോയി. ഇപ്പോൾ താണ്ട് എൻട്രൻസ് കമ്മീഷൻ 2-ാം വട്ടമാണ് പറയുന്നത് ഇനി ഞാനൊരു അലോട്ട്മെന്റിന് ഇല്ല, ശനിയാഴ്ചയോടുകൂടി നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, സെൻട്രലൈസ് അലോട്ട്മെന്റ് ഇനി ഉണ്ടാവില്ല, സ്പോട്ട് അലോട്ട്മെന്റ് വരാം. അത് അതാത് കോളേജുകളിലായിരിക്കും. സ്പോട്ടിന് പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിലധികം കോളേജുകൾ ഒന്നിച്ച് വന്നാൽ ഓതറൈസേഷൻ ലെറ്ററോട് കൂടി നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിന് വിടാം, കൂടുതൽ കോളേജസിൽ പങ്കെടുക്കാം. ഇനിയും ഞാൻ അഡ്മിഷന് വേണ്ടി ഇങ്ങനെ നടക്കണോ സാർ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബി എ ഫൈറ്റർ. നിങ്ങൾക്ക് ഉള്ള റാങ്കിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച കോളേജ്, ഏറ്റവും മികച്ച കോഴ്സിന് വേണ്ടി ലാസ്റ്റ് മൊമെന്റ് വരെ പോരാടുക എന്നേ ഞാൻ പറയുള്ളൂ. അല്പം നടപ്പുണ്ടായിരിക്കും, പക്ഷേ കിട്ടാവുന്ന ഏറ്റവും മികച്ചതിലേക്ക് പോകും. അപ്പം അത്രയും സീറ്റുകൾ കുറവേ വേക്കൻറ്റ് കിടക്കുള്ളൂ. അപ്പോൾ അത്രയും കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം കുട്ടികൾ പഠിക്കട്ടെ, വെറുതെ കുട്ടികളുടെ വർഷം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും പഠിച്ച് മുന്നേറി വരട്ടെ. അപ്പം ഇനി മുന്നോട്ട് ഒരുപാട് ക്രോസ് റോഡ്സ് വരും. നിങ്ങൾക്ക് അവിടെ S3 എത്തുന്ന സമയത്ത് മൈനേഴ്സും ഓണേഴ്സിൻ്റെയും ബുദ്ധിമുട്ടുകൾ, ഇപ്പം തന്നെ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ കോളേജിനകത്തുള്ള കരിക്കുലം ആയിട്ട് ബന്ധപ്പെട്ടും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റി പോയിന്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും മുന്നോട്ട് വന്നേക്കാം. നാളെ പഠിച്ചിട്ട് ജോലി ഇല്ലാത്ത അവസ്ഥ, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഞാനിവിടെ ഉണ്ട്. അപ്പം ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോയത്, അതുപോലെ തുടർന്നും ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം കൈൻഡ്ലി നമ്മളുമായിട്ട് ടച്ചിലിരിക്കുക, നമ്മളുമായിട്ട് കോൺടാക്റ്റിലിരിക്കുക, ഈ ഗ്രൂപ്പിൽ സജീവമായിട്ട് എല്ലാവരും ഉണ്ടായിരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.